സീരിയൽ മർഡർ കേസിനെ കുറിച്ച് അന്വേഷിക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയ യാൻഷിങ്ങിനെ തിരക്കി ഷെൻതു അവൾക്ക് പുറകെ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അവൾ ഇമ്പീരിയൽ ഇൻസ്പെക്ടർക്കും ചുച്ചുവിനൊപ്പമായിരുന്നു. അവർക്കൊപ്പം വെറുതെ കളിച്ചു നടന്ന് അവൾ സമയം കളയുകയാണ് എന്ന് പറഞ്ഞ് അവൻ കുറ്റപ്പെടുത്തുന്നു. ഇൻസ്പെക്ടർ ഷൂ അവനെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. മർഡർ കേസിനെ കുറിച്ച് അതുവരെ കിട്ടിയിരിക്കുന്ന തെളിവുകളെ പറ്റിയൊക്കെ യാൻഷിങ് അവനോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഷെൻതുവിൻ്റെ ഒരു സൈനികൻ അവിടെ എത്തിയിട്ട് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന മിനിസ്റ്ററുടെ മകൻ ലിയാൻ കുറ്റസമ്മതം നടത്തിയതുപോലെ കൊട്ടാരത്തിൽ വന്ന് കീഴടങ്ങിയിരിക്കുകയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുത്തെ പ്രിൻസസ് അവനെ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നും അയാൾ അറിയിക്കുന്നു. അങ്ങനെ ഷെൻതുവിന് അവിടേക്ക് പോകേണ്ടി വരുന്നുണ്ട്. യാൻഷിങ്ങും ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് അവളെയും കൂടി അവൻ കൊണ്ടുപോകുന്നു. പക്ഷേ അവനെ തനിച്ചാണ് കാണാൻ ആഗ്രഹിക്കുന്നത്, മറ്റാരെയും അകത്തേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞ് കാവൽക്കാർ അവളെ തടയുന്നുണ്ട്. അങ്ങനെ അവളെ പുറത്ത് നിർത്തിയിട്ട് ഷെൻതു തനിച്ച് അകത്തേക്ക് കയറുന്നു. ലിയാങ്ങിനെ ഈ കേസിൽ പ്രതിയാക്കരുത് എന്ന രീതിയിൽ രാജ്ഞി നേരത്തെ തന്നെ അവനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണല്ലോ. എന്നിട്ടിപ്പോൾ ലിയാങ് സ്വയം കീഴടങ്ങിയിരിക്കുന്നത് കാരണം രാജ്ഞിയുടെ ഉദ്ദേശം നടക്കില്ല, ആയുധങ്ങളുടെ നിർമ്മാണമൊക്കെ ഇതുമൂലം തടസ്സപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇത് ഷെൻതുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്ന രീതിയിൽ പ്രിൻസസ് അവനെ ശരിക്കും കുറ്റപ്പെടുത്തുന്നു. പുറത്തുനിന്ന് യാൻഷിങ്ങിനും അവൻ്റെ അസിസ്റ്റന്റിനും ഇതൊക്കെ കേൾക്കാം. ഈ കേസിനെ പറ്റി കൂടുതൽ അന്വേഷിക്കണമെന്ന് അവൾ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് അവൻ ഇതൊതുക്കി തീർക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവാദം നൽകിയത്. അതുകൊണ്ടാണ് അവനിപ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റന്റ് യാൻഷിങ്ങിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. താൻ കാരണം അവൻ ഇങ്ങനെ ഒരു സാഹചര്യം വന്നതിൽ അവൾക്കും വിഷമമുണ്ട്. പക്ഷെ താൻ പറയുന്നത് ശരി തന്നെയാണ്, ഇത് ശരിക്കും ഒരു സീരിയൽ മർഡർ കേസാണ്, ഇവരൊക്കെ പറയുന്നത് പോലെ ലിയാങ് അല്ല ഈ കേസിൽ പ്രതിയെന്ന് തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. പ്രിൻസസ് ഷെൻതുവിനെ പോവാൻ അനുവദിക്കാതെ പിന്നെയും ഓരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നതിനാൽ അസിസ്റ്റന്റ് അവനെ വിട്ടയക്കാൻ കൂടി വേണ്ടിയിട്ട് പുറത്ത് നിന്നിട്ട് വേറെ കുറച്ച് ഡെഡ് ബോഡികൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നു. അങ്ങനെ ഷെൻതു പ്രിൻസസിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നു. യാൻഷിങ്ങും ആ ഡെഡ് ബോഡികൾ കണ്ടെടുത്തേക്ക് തന്നെയായിരുന്നു പോയത്. ഇൻസ്പെക്ടർ ഷൂവും അവിടെ ഉണ്ടായിരുന്നു. അവൾ ആ ഡെഡ് ബോഡികളെല്ലാം പരിശോധിക്കുന്നു. നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള കപ്പിൾസിൻ്റെ 5 ജോഡി മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒരേ സമയത്ത് മറവ് ചെയ്തതല്ല, പല പല സമയങ്ങളിലായിട്ടാണ് ഈ കൊലകൾ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ അത് പരിശോധിച്ചതിൽ നിന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതിൽ ചില ഡെഡ് ബോഡികൾ മറ്റെവിടെയോ മറവ് ചെയ്തിരുന്നത് പിന്നീട് കുഴിച്ചെടുത്ത് വീണ്ടും ഈ ക്ഷേത്രത്തിനടുത്ത് കൊണ്ടുവന്ന് വീണ്ടും മറവ് ചെയ്തതാണ് എന്നും ഡെഡ് ബോഡികളിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാനായി എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയിട്ടുണ്ട് എന്നുമൊക്കെ അവൾ മനസ്സിലാക്കുന്നു. അതുമാത്രമല്ല ഒരു ജോഡി ഡെഡ് ബോഡികൾ 6 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാണ് എന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് ഏതെങ്കിലും പുരുഷന്മാരായിരിക്കണമെന്ന് ഇൻസ്പെക്ടർ ഷൂ പറയുന്നുണ്ടെങ്കിലും അവൾ അതിനോട് വിയോജിക്കുന്നു. കൊല്ലം നടത്തിയിരിക്കുന്ന രീതികളൊക്കെ കണ്ടിട്ട് ഏതോ സ്ത്രീയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നാണ് യാൻഷിങ് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇങ്ങനെ കരുത്തരായ ആണുങ്ങളെയൊക്കെ കൊല്ലാൻ മാത്രം ശേഷിയുള്ള ഏത് പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് ചോദിച്ച് ഇൻസ്പെക്ടർ ഷൂ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഷെൻതു അവിടേക്ക് വന്ന് അവളെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ട് പോയത്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവൾ അവൻ്റെ പിടി വിടുവിച്ചിട്ട് എന്തിനാണ് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് അന്വേഷിക്കുന്നു. ഈ കേസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് അവൻ പറയുന്നു. അവൾ പക്ഷേ അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവൻ്റെ കൂടെ അവൾക്ക് പോവേണ്ടി വരുന്നുണ്ട്. പുറത്ത് കുറച്ച് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് മൃതദേഹങ്ങളിലുണ്ടായിരുന്ന അതേ സ്മെല്ല് അവൾക്ക് കിട്ടുന്നു. അങ്ങനെ അവൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നു. അവിടെ ഒരു സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മുഖം അവൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അവരുടെ ഹെയർ സ്റ്റൈലും കയ്യിലുണ്ടായിരുന്ന ഫാനും ഒക്കെ കണ്ടപ്പോൾ അതെല്ലാം മുമ്പ് കൊല്ലപ്പെട്ട സ്ത്രീകളുടേതിനോട് സാമ്യമുള്ളതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ആ സ്ത്രീയുടെ പുറകെ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഷെൻതു കുതിരയുമായി അവിടേക്ക് വന്നിരുന്നതിനാൽ അവൾക്ക് ആ പെണ്ണിൻ്റെ പുറകെ പോകാൻ പറ്റുന്നില്ല. മുമ്പത്തെ പോലെ തന്നെ അവൻ അവളെ പൊക്കിയെടുത്ത് കുതിരപ്പുറത്തേക്ക് ഇരുത്തിയിട്ട് അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവളുടെ ഓഫീസിൻ്റെ അടുത്തേക്കാണ് അവൻ പോയത്. അതിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഞാനിവിടെ നിന്ന് നടന്നു പോയിക്കോളാമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവൻ അവളെ താഴെ ഇറക്കിയത്. അവളെ അവിടെ ഇറക്കിയിട്ട് അവൻ നേരെ അവളുടെ ഓഫീസിലേക്ക് തന്നെ ആണ് ചെന്നത്. മന്ത്രി വു അവനെ കണ്ടുകൊണ്ട് അടുത്തേക്ക് ചെന്ന് എന്താണ് വിവരമെന്ന് അന്വേഷിക്കുന്നു. ആ കേസ് തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയ വിവരം അവൻ പറയുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആളുകൾ കുറവാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരാളെ സഹായത്തിന് ആവശ്യമുണ്ട് എന്ന് അവൻ അറിയിക്കുന്നു. ആരെയാണ് വേണ്ടത് എന്ന് മന്ത്രി ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് യാൻഷിങ് അവിടേക്ക് എത്തിയത്. അവളെയാണ് തങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവൻ പറയുന്നു. ആദ്യം യാൻഷിങ് അതിനെ സമ്മതിക്കുന്നില്ല. പക്ഷേ അവൾ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ ഡെഡ് ബോഡികളെല്ലാം ഇപ്പോൾ തന്നെ മറവ് ചെയ്ത് കേസ് ക്ലോസ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ പുറത്തേക്ക് പോകുന്നതിനാൽ അവളും പുറകെ ചെല്ലുന്നു. ആ സമയത്താണ് ചുച്ചു അവളുടെ അടുത്തേക്ക് വന്ന് നേരത്തെ ഒരു അമ്മയുടെ മകൻ കൊല്ലപ്പെട്ടതിൽ സഹായിക്കാമെന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ, അയാൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഴുതിയ കുറേ കവിതകളൊക്കെ അവളെ ഏൽപ്പിച്ചത്. ആ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ അവളെ അത് സഹായിക്കും. അതുകൊണ്ട് ചുച്ചുവിനോട് നന്ദി പറഞ്ഞിട്ട് അവൾ വേഗം പുറത്തേക്ക് ഓടുന്നുണ്ട്. ഷെൻതു പുറത്ത് അപ്പോഴും അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അസിസ്റ്റന്റ് ആ ഡെഡ് ബോഡികൾ പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ടുമായി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. യാൻഷിങ്ങും പുറത്തേക്ക് എത്തുന്നു.
തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാതെ അവൾ ഇനി ഈ കേസിനെ പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ അവൾക്ക് തക്ക ശിക്ഷ നൽകണമെന്ന് ഷെന്തു അസിസ്റ്റന്റിനോട് പറയുന്നു. അവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ സമ്മതമാണ് എന്ന് അവൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് അപ്പോൾ കൊണ്ടുവന്ന ആ റെക്കോർഡ്സും അവൻ അവൾക്ക് നൽകുന്നു. അതിനുശേഷം തങ്ങളുടെ ഓഫീസിലേക്ക് പോകാനായി കുതിരപ്പുറത്തേക്ക് കയറാൻ അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ കുതിരപ്പുറത്ത് കയറാൻ അവൾ തയ്യാറാവുന്നില്ല. അവൻ്റെ അസിസ്റ്റൻറ്റും അവളും ഇപ്പോൾ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് സഹപ്രവർത്തകരാണല്ലോ. തങ്ങൾ ഒരുമിച്ച് ഒരു കുതിരപ്പുറത്ത് പോകുന്നത് തെറ്റില്ല. അതുകൊണ്ട് അവൻ്റെ കുതിരപ്പുറത്ത് കയറാമെന്ന് പറഞ്ഞ് അവൾ അസിസ്റ്റൻറ്റിനൊപ്പം കയറാൻ തുടങ്ങുന്നു. പക്ഷേ അവൻ പെട്ടെന്ന് താഴെ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ യാൻഷിങ് ആ കുതിരപ്പുറത്താണ് കയറിയത്. അവനോട് കൂടെ കയറാൻ പറയുന്നുണ്ടെങ്കിലും ഷെന്തുവിനെ പേടിച്ച് അവൻ അതിന് തയ്യാറാവുന്നില്ല. അവളുമായി സംസാരിച്ച് നിന്ന് സമയം കളഞ്ഞാൽ അവൻ്റെ 6 മാസത്തെ സാലറി കട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഷെന്തു കുതിരയുമായി മുന്നോട്ട് പോകുന്നു. അസിസ്റ്റൻറ്റ് വേഗം യാൻഷിങ്ങിനെയും കൊണ്ട് പുറകെ ഓടുന്നുണ്ട്. ഷെന്തുവിൻ്റെ ഓഫീസിൽ ആ ഡെഡ് ബോഡികളിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തെളിവുകളായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതൊക്കെ പരിശോധിച്ച് ഓരോ ഡീറ്റെയിൽസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഇക്കൂട്ടത്തിലാണ് ആദ്യത്തെ കൊലപാതകം നടന്നത് 6 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഷെന്തു പറഞ്ഞത്. അവനക്കാര്യം എങ്ങനെ മനസ്സിലായി എന്ന് അവൾ ചോദിക്കുന്നു. ആദ്യം കൊല്ലപ്പെട്ട ഡെഡ് ബോഡികളിൽ നിന്ന് കണ്ടുകിട്ടിയ ഡ്രസ്സ് 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സമയത്ത് രാജ്ഞി അവിടെ നിർത്തലാക്കിയതാണ്. ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ പിന്നീട് അവിടെ ഉണ്ടാക്കിയിട്ടില്ല. അത് മാത്രമല്ല രാജ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായതിനാൽ ആ വസ്ത്രങ്ങൾ ആരും ധരിക്കരുത് എന്നും അന്ന് ഓർഡർ നൽകിയിരുന്നു. അതുകൊണ്ട് അതിനുശേഷം ആ വസ്ത്രങ്ങൾ ആരും ഉപയോഗിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അതിനു മുമ്പായിരിക്കണം ആ കൊല നടന്നത് എന്ന് ഷെന്തു തൻ്റെ നിഗമനം പറയുന്നു. അല്ലെങ്കിൽ തന്നെ അവൾക്കും നേരത്തെ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പാണോ ആ കൊലപാതകം നടന്നതെന്ന് സംശയമുണ്ടായിരുന്നല്ലോ. ഇതും കൂടി ആയപ്പോൾ അവളും അക്കാര്യം ഉറപ്പിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം അവൾ ഷെന്തുവിൻ്റെ അസിസ്റ്റന്റിനൊപ്പം അവിടുത്തെ ലൈബ്രറിയിൽ കയറി എന്തൊക്കെയോ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ സമയത്ത് ഷെൻബായുവിൻ്റെ കേസിനെ പറ്റി എന്തൊക്കെയോ തെളിവുകൾ അവൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു. അവൾ അതുമായി അവളുടെ മിനിസ്ട്രി ഓഫ് ജസ്റ്റിസിൽ എത്തുന്നുണ്ടെങ്കിലും അവിടെ ആർക്കും അതിനെപ്പറ്റി അന്വേഷിക്കാൻ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. അടുത്തിടെ രാജ്ഞിയുടെ ഭരണത്തെ പ്രതികൂലിച്ചുകൊണ്ട് ഒരു നഴ്സറി റൈം ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെവിടെ നിന്നാണ് വന്നത്, ആരാണ് എഴുതിയത്, എങ്ങനെയാണ് ഇത് ആളുകൾക്കിടയിൽ ഇത്രയും പ്രസിദ്ധമായത് എന്നതിനെ പറ്റിയൊക്കെയുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊന്നും തിരക്കാൻ ഇവിടെ ആർക്കും സമയമില്ല എന്ന് അവിടുത്തെ ഒരു ഓഫീസർ അവളെ അറിയിക്കുന്നു. അവൾ അവിടെ നിന്ന് തിരികെ പോകുന്ന വഴി തെരുവിൽ കുട്ടികൾ ആ നഴ്സറി റൈം പാടുന്നതും കേൾക്കാനിടയാവുന്നു. അതേ സമയത്ത് തന്നെ അതുവഴി വന്ന ലുവോഷിയും കുട്ടികൾ ഇത് പാടുന്നത് കേൾക്കുന്നു. രാജ്ഞിയെ എതിർത്തുകൊണ്ടുള്ള പാട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് പാടിയ കുട്ടികളെയും അവൻ്റെ പേരൻസിനെയും ശിക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, തങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറാവുന്നില്ല. ഈ സമയത്ത് തന്നെ പ്രിൻസസും അതുവഴി വരുന്നുണ്ട്. അവർ ഇടപെട്ട് ലുവോഷിയെ ശിക്ഷയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പ്രിൻസസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട സമയത്തൊക്കെ പ്രിൻസസിന്റെ കുതിരവണ്ടിയിൽ മറ്റൊരു സ്ത്രീ ഇരിക്കുന്നത് യാൻഷിങ് കാണാൻ ഇടയാവുന്നു. അവരെ എവിടെ കണ്ടിട്ടുള്ളത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എവിടെയാണ് എന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. യാൻഷിങ് അവിടെ നിന്ന് ഇതെല്ലാം കണ്ടിട്ടാണ് തിരികെ ഷെന്തുവിൻ്റെ ഓഫീസിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഷെന്തുവിൻ്റെ അസിസ്റ്റൻറ്റും ബാക്കിയുള്ളവരുമൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. രാജ്ഞിക്ക് ആയുധങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന ലിയാങ് സ്വയം കീഴടങ്ങിയത് ഷെന്തുവിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞി അവനെ ശിക്ഷ നൽകാനായി കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നുവെന്ന് അസിസ്റ്റന്റ് പറഞ്ഞ് അവൾ അറിയുന്നു. അവന് ഒരു അപകടം വരുന്നത് അവൾക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ അപ്പോൾ തന്നെ അവൻ്റെ ഓഫീസിനുള്ളിലേക്ക് ഇടിച്ച് കയറാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അസിസ്റ്റന്റ് അവളെ തടയുന്നു. അവൾ അവനെ പിടിച്ച് തള്ളുന്നു. അങ്ങനെ അവൻ താഴേക്ക് വീഴുന്നുണ്ട്. അകത്തേക്ക് കടക്കുകയാണെങ്കിൽ തൻ്റെ പുറത്തുകൂടി ചവിട്ടി പോയാൽ മതി എന്നൊക്കെ അസിസ്റ്റന്റ് പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന രീതിയിൽ യാൻഷിങ് അവൻ്റെ പുറത്തുകൂടെ ചവിട്ടി അകത്തേക്ക് പോയി ഷെന്തു എഴുതുന്നിടത്ത് പോയിരുന്ന് അവൻ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പരിശോധിക്കുന്നു. അതിൽ നോക്കി അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അവൾ അനുകരിക്കുന്നുണ്ട്. അസിസ്റ്റന്റിൻ്റെ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അവൾ ഇതൊക്കെ എഴുതാൻ തുടങ്ങിയത്. അതുവരെ എതിർത്തുകൊണ്ടിരുന്ന അസിസ്റ്റന്റ് അവൾ എഴുതി തുടങ്ങിയപ്പോൾ എതിർപ്പൊക്കെ അവസാനിപ്പിക്കുന്നുണ്ട്. കാരണം ഷെന്തുവിൻ്റെ അതേ ഹാൻഡ് റൈറ്റിംഗ് തന്നെ ആയിരുന്നു അവൾ എഴുതിയതിലും. ഇതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവനും വരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് അവൻ അവിടെ ഇരുന്ന് മഷി ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. എഴുതി കഴിഞ്ഞപ്പോൾ അത് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ എത്തിക്കാൻ അവനോട് പറയുന്നു. ഇതുകൊണ്ട് ഷെന്തുവിനെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്. എന്തായാലും കഠിനമായ ശിക്ഷകൾ കിട്ടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത് സഹായിച്ചേക്കും. ഒന്ന് ശ്രമിച്ചു നോക്കുന്നത് നല്ലതല്ലേ എന്ന് അവൾ പറയുന്ന അനുസരിച്ച് അസിസ്റ്റന്റ് അതുമായി വേഗം പുറപ്പെടുന്നു. ഷെന്തുവിനെതിരെ രാജ്ഞിയുടെ മുന്നിൽ കുറ്റാരോപണം നടത്തിയത് ലുവോഷിയായിരുന്നു. അവൻ അവിടെ എത്തി രാജ്ഞിയെ ഷെന്തുവിനെതിരായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഷെന്തുവിനെ സൈനികർ അവിടേക്ക് കൊണ്ടുവന്നത്. ലിയാങ് സ്വയം കീഴടങ്ങിയത് ഷെന്തുവിന് കുറ്റം തെളിയിക്കാൻ പറ്റാതെ പോയതുകൊണ്ടാണല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രാജ്ഞി അവനോട് ചോദിക്കുന്നു. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ലിയാങ്ങിൻ്റെ വീട്ടിൽ നടന്ന സംഭവം അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതൊരു സീരിയൽ മർഡർ കേസിൻ്റെ ഭാഗമാണ്. അതിൻ്റേതായ തെളിവുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുകയാണ് എന്നൊക്കെ അവൻ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ലുവോഷി അതിനെയൊക്കെ എതിർത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പുതിയതായി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരിക്കുന്ന നഴ്സറി റൈമിനെ കുറിച്ചും ലുവോഷി രാജ്ഞി അറിയിക്കുന്നു. രാജ്ഞി ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ വരികൾ അവിടെ പറയുന്നുമുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജ്ഞിക്കും നല്ല ദേഷ്യം വരുന്നു. അങ്ങനെ രാജ്ഞി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് രാജ്ഞിയുടെ അസിസ്റ്റന്റ് അവിടേക്ക് വന്നത്. ഷെന്തുവിൻ്റെ അസിസ്റ്റന്റ് കൊടുത്തയച്ച ആ പേപ്പറും അവളുടെ കൈവശമുണ്ടായിരുന്നു. രാജ്ഞിയുടെ ദേഷ്യം തണുപ്പിക്കാൻ ശ്രമിച്ച ശേഷം ഷെന്തുവിനോട് അവൻ ധൃതിയിൽ വന്നപ്പോൾ എടുക്കാൻ മറന്നുപോയ പേപ്പർ അസിസ്റ്റന്റ് അവിടെ എത്തിച്ചിരിക്കുന്ന വിവരം പറഞ്ഞ് അവൾ അത് കാണിക്കുന്നു. അതെന്താണെന്ന് ഷെന്തുവിന് മനസ്സിലാവുന്നില്ല. എന്തായാലും തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള എന്തോ ആണ് എന്ന് മനസ്സിലാവുന്നതിനാൽ അവൻ സാഹചര്യത്തിനൊത്ത് നിൽക്കുന്നു. അങ്ങനെ അത് രാജ്ഞിയുടെ മുന്നിൽ എത്തുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് അവൻ ആ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള സൂചനകളായിരുന്നു ആ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം അവനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ രാജ്ഞി തയ്യാറാവുന്നു. അത് മാത്രമല്ല, അന്ന് കൊട്ടാരത്തിലെ ആ പ്രധാനപ്പെട്ട ഹാളിനുള്ളിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട ആൾ രാജ്ഞിക്ക് എന്തോ സൂചന നൽകുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് അങ്ങനെ ഒരു ആത്മഹത്യ നടത്തിയത് എന്നുള്ള സൂചനയും യാൻ ഷിങ് ആ കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനെപ്പറ്റി രാജ്ഞി അവനോട് ചോദിക്കുന്നുണ്ട്. അവന് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് വിശദമായൊരു റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞ് തൽക്കാലം തടിയൂരുന്നു. എന്തായാലും അവന് ശിക്ഷ വാങ്ങി നൽകാനുള്ള ലുവോഷിയുടെ ഈ ശ്രമം പാഴായി പോകുന്നുണ്ട്. ലുവോഷി പിന്നെയും എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ഇതിവിടെ വെച്ച് നിർത്താം. നിങ്ങൾ രണ്ടുപേരും എൻ്റെ വലങ്കൈകളാണ്. നിങ്ങളിൽ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും അതെന്നെ ബാധിക്കും. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട എന്ന് രാജ്ഞി പറയുന്നതിനാൽ അവൻ അടങ്ങുന്നു. അവർ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ ഷെന്തുവിനെ മാത്രം രാജ്ഞി കുറച്ച് സമയത്തേക്ക് അവിടെ പിടിച്ചു നിർത്തിയിട്ട് രഹസ്യമായിട്ട് എന്തോ നിർദ്ദേശം നൽകുന്നുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന ലുവോഷി അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് അവൻ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഒരു ഭീഷണി പോലെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്.